ഓക്കെ. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടുകൊണ്ടാണ് ഈ പറമ്പാക്കുന്ന വൃത്തിയാക്കി മനയാക്കി ഭംഗിയായിട്ട് കപ്പയെല്ലാം നട്ട് വാടാട്ടിട്ടുണ്ട്. ഈ കാണുന്ന പച്ചക്കറികള്, പയറ് ഞാൻ നട്ടു പിടിച്ച നല്ല പയറ് വരെയുണ്ട്. അത് നീരുപോലത്തെ ചിങ്ങിയായിരിക്കും. അതാണ് കച്ചവടത്തിന് വാങ്ങിക്കണം വേണ്ടത്. പക്ഷെ നല്ല ഒന്നാന്തരം ബെസ്റ്റ് വെറൈറ്റി വിത്ത് എൻ്റെ കയ്യിലുണ്ട്. അവിടെ നട്ടു പിടിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ വേണമെങ്കിൽ തരാൻ കേട്ടോ, വേണമെങ്കിൽ ആർക്കാണെങ്കിൽ തരാൻ കുറയ്ക്ക് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നട്ടിട്ടുണ്ട്. പിന്നെ വെണ്ടയുണ്ട്, വഴുതനങ്ങയുണ്ട്, അതുപോലെ വാഴ. ഒരു 100 ഏത്തവാഴ നട്ടിട്ടുണ്ട്. ഒരു 10-30 റബസ്റ്റ നട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ പറമ്പ് ഉള്ള സൗകര്യം വെച്ചുകൊണ്ട് അതിങ്ങനെ വെച്ചുപിടിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ കുട്ടികളെന്ന നിലയിൽ നിങ്ങളുടെ ഒരു ബോധവൽക്കരണം കൂടിയാണിത്. വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ച് നമ്മളെ സ്വന്തമാക്കി കൃഷി ചെയ്ത് വളം വെച്ച് അതിൻ്റെ ഫലം കൊയ്ത് തിന്നുമ്പോൾ ഭയങ്കര രുചിയായിരിക്കും. മറ്റവരൊക്കെ പണിത് തിന്നുമ്പോൾ കൊണ്ട് വയറിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിനും ഫലപ്രദമായ രീതിയിൽ നാച്ചുറൽ മനൂറും അതുപോലെ എൻ്റെ ഈ കീടനാശിനിയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ കൊണ്ട് ആരോഗ്യത്തിന് ഏറ്റവും ഫലപ്രദമാണ്. അപ്പോൾ ഒരു അവയർനെസ് വിദ്യാർത്ഥികളിലും ഈ സമൂഹത്തിലും സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് വളരെ താല്പര്യപൂർവ്വം ഈ ഹരിത കേരളം എന്ന പ്രസ്ഥാനത്തിലൂടെ എല്ലാ കുട്ടികളെയും ഇതുമായി ബന്ധപ്പെട്ട ടീച്ചേഴ്സിനെയും രക്ഷകർത്താക്കൾക്ക് ബോധവൽക്കരിക്കാൻ കുടുംബശ്രീ എല്ലാം ഉൾപ്പെടുന്നതിനകത്ത് ഈ